മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ബിഗ് ബോസിന്റെ മറ്റൊരു സീസൺ വേണ്ടി കാത്തിരിപ്പിലാണ്. ബിഗ് ബോസ് സീസൺ 5 വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാർച്ച് മാസത്തിൽ തന്നെ ഷോ ആരംഭിക്കുമെന്നും സൂചനയുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഷോയെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ സിനിമ, ടെലിവിഷൻ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 18-20 പേരാണ് മത്സരാർത്ഥികളായി എത്താറുള്ളത്. ഇത്തവണ സാധാരണക്കാരായവർക്കും സാധ്യത ഉള്ളതായി ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാത്തവരെ തെരഞ്ഞെടുത്തേക്കുമെന്ന പ്രചരണം സത്യമാണെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ ശാലിനി നായർ. 4ാം സീസണിൽ അത്ര സുപരിചിതയല്ലാത്ത മത്സരാർത്ഥിയായിരുന്നു ശാലിനി. പുതിയ സീസണിലും അങ്ങനെ ഒരാൾക്ക് ചാൻസ് ഉണ്ട് എന്നാണ് നടി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. ബിഗ് ബോസിലേക്ക് സാധാരണക്കാർക്കും പങ്കെടുക്കാം. കഴിഞ്ഞ സീസണിൽ കാര്യമായി മുഖപരിചയമില്ലായിരുന്ന എനിക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. ഈ സീസണിലും സാധാരണക്കാരായ ഒരാൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഇത് കൺഫേം ആണെന്നും അതിന് പോവാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്നും ശാലിനി പറയുന്നു. എയർടെല്ലിന്റെ സിം ഇല്ലെങ്കിൽ ഒരു സിം എടുത്തു വെക്കണം, ഇല്ലെങ്കിൽ എടുത്തു വെച്ചോളൂ. ഇത്തവണ ബിഗ് ബോസ് 5ാം സീസണിന്റെ ടൈറ്റിൽ സ്പോൺസർ ഭാരതി എയർടെല്ലാണ്. 3.5 കോടി ആളുകളിൽ നിന്നും ഒരാളെ ബിഗ് ബോസിലേക്ക് എടുക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ കൂടി നോക്കും. ഒന്നുകിൽ ഓഡിഷൻ വെച്ചിട്ടാവും മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവരെ വിളിച്ചിട്ടാവും. സാധാരണക്കാരെ പങ്കെടുപ്പിക്കുന്നതിനെപ്പറ്റി അവതാരകനായ മോഹൻലാൽ പറയാൻ പോകുന്ന കാര്യവും ശാലിനി വെളിപ്പെടുത്തി. ഏഷ്യാനെറ്റും പ്രേക്ഷകരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ സാക്ഷ്യമായിട്ടാണ് ഇത്തവണ പൊതുജനങ്ങൾക്ക് കൂടി അവസരം കൊടുക്കുന്നത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. തമിഴിൽ കഴിഞ്ഞ സീസണിൽ അങ്ങനെ ആയിരുന്നെങ്കിലും മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അവസരം വരുന്നത്. ഒരാൾക്ക് മാത്രമല്ല, ചിലപ്പോൾ ഒന്നിലധികം ആളുകൾക്കും മലയാളം ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചേക്കാം. എന്തായാലും മാർച്ച് 26-നോ അല്ലെങ്കിൽ 27-നോ ഷോ തുടങ്ങിയേക്കും. ഇത്തവണയും മുംബൈയിലെ മറാത്തിയുടെ സെറ്റിലായിരിക്കും ഷോ നടക്കുക. കാരണം ഹിന്ദിയുടെ സീസൺ അവസാനിക്കാത്തതുകൊണ്ട് മറാത്തി സെറ്റായിരിക്കും എടുക്കുന്നതെന്നും ശാലിനി പറയുന്നു. 24 മണിക്കൂറും ഷോ ഉണ്ടായിരിക്കും. ബിഗ് ബോസിനെ പറ്റി തനിക്കറിയാവുന്ന കാര്യങ്ങളും അവിടെ പോകുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും താൻ പറഞ്ഞു തരാമെന്നും ശാലിനി കൂട്ടിച്ചേർത്തു. തനിക്ക് പറ്റിയ അബദ്ധങ്ങളും ഇതിനോടൊപ്പം പറയുന്നുണ്ട്. ഇനി പോകുന്നവർക്കെങ്കിലും അത് ഉപകാരപ്പെടുമല്ലോ എന്നാണ് നടി പറയുന്നത്. ഇതിനുവേണ്ടിയാണ് തത്സമയം ശാലിനി എന്ന പേരിൽ യൂട്യൂബ് തുടങ്ങിയതെന്നും ഇതിലൂടെ ഓരോ ദിവസവും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താൻ പറയുമെന്നും നടി കൂട്ടിച്ചേർക്കുന്നു.